പാസ്പോർട്ട് ഓഫീസിലൊക്കെ പപ്പയ്ക്ക് നല്ല പരിചയം. അവിടുന്ന് പിന്നെ വലിയ ഡിലേ ഒന്നും വരില്ല. ഇതുവരെ എല്ലാം നമ്മൾ വിചാരിച്ച പോലെ നടന്നില്ലേ? ഇനി മുന്നോട്ടും അങ്ങനെ തന്നെ. പക്ഷെ ഇനി ഒട്ടും ലേറ്റ് ആവരുത്. ഉല്ലാസിന്റെ പാസ്പോർട്ടിൽ സ്പൗസ് ആയിട്ട് ആഡ് ചെയ്യുന്നതല്ല പ്രശ്നം. സാൻഡ്രയുടെ ഈ അഡ്രസ് ചേഞ്ചാ. ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഒരു വെരിഫിക്കേഷൻ വരും. അത് കഴിഞ്ഞാൽ സാൻഡ്ര രക്ഷപ്പെട്ടു. ഇന്നോ നാളെയോ സ്റ്റേഷനിൽ നിന്ന് ആള് വരും കേട്ടോ. ആരോ വന്നു തോന്നുന്നു. ഞാൻ പിന്നെ വിളിക്കാം. വെക്കല്ലേ. പോലീസ് സ്റ്റേഷനിൽ വെരിഫിക്കേഷൻ വന്നായിരിക്കും. കൈ നിട്ടങ്ങ് പറഞ്ഞു. പിന്നെ അവരെന്തെങ്കിലും പ്രതീക്ഷിക്കും. ഒരു 10-500 കൊടുത്താലും കുഴപ്പമില്ല. ഡു വെൽ. ഓൾ ദി ബെസ്റ്റ്. ആരാ? ഉല്ലാസിന്റെ ഭാര്യ. അതെ, ഞാനാ. എത്ര നാളായി ഉല്ലാസിനെ അറിയാം? 7-8 വർഷമായി. മാരേജ് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങോട്ട് സെറ്റിൽ ആവാമെന്ന് തീരുമാനിച്ചത്. സർട്ടിഫിക്കറ്റിന്റെ കോപ്പി വല്ലതും വേണോ? വേണ്ട, കണ്ടു. ഹസ്ബൻഡ് ഒരു US ട്രിപ്പ് ഉണ്ട്. ഇത്തവണ എന്നെ കൂടെ കൊണ്ടുപോകാന്നാണ് പറഞ്ഞത്. അതിനുവേണ്ടിയാണ് പാസ്പോർട്ട് പുതുക്കിയത്. മാഡം അകത്തേക്ക് വാ. ഇല്ല, ഇവിടെ നിയമവും പോലീസൊക്കെ ഉണ്ടല്ലോ. അറിയാം. ഒരു മിനിറ്റ്. മാഡം മനസ്സ് വെച്ചാ ഞങ്ങളുടെ യാത്ര എളുപ്പമാവും. തമിഴ് പാട്ട് പാടുന്ന ആളാണെന്നല്ലേ പറഞ്ഞത്? ഇയാള് തമിഴന? തമിഴ്നാട്ടിൽ എങ്ങാണ്ടാ ജനിച്ചു വളർന്നത്. ഞങ്ങൾക്ക് ആർക്കും ഇത്ര താല്പര്യമുണ്ടായിട്ടല്ല. ഒരു സ്ഥിര വരുമാനമുള്ള ജോലിയല്ല. ഈ മുടിയും ചെമ്പിപ്പിച്ച് പാട്ടും പാടി നടന്ന് കുടുംബം കഴിയാൻ പറ്റുമോ? വേണ്ട, കെട്ടിച്ചേരണ്ട. ഞാൻ വല്ല വിഷവും കഴിച്ച് അത്തോളാം. അതെ, അച്ഛനെ പറഞ്ഞു പേടിപ്പിക്കണ മാതിരി എന്നെ പറഞ്ഞു പേടിപ്പിക്കണ്ട. ആ ജോത്സ്യൻ എന്താ പറയണേന്ന് നോക്കട്ടെ. അതനുസരിച്ച് അച്ഛൻ തീരുമാനിക്കും. എന്നാ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ. എന്താ? ഇവിടെ ആരാ ഇരുചക്രവാഹനം ഓടിക്കണത്? ഞാനാ. എന്താണാവോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വീട് വരെ ഒന്ന് പോണം. കവടി എടുക്കാൻ മറന്നുപോയി. കബഡി തരത്തിലുള്ള പ്രശ്നമൊന്നും വേണ്ട. ഇവര് തമ്മിലുള്ള ജാതകം ചേരുമെന്ന് നോക്കിയാൽ മതി. ഇത് ചെറുക്കന്റെ വീട്ടുകാർ തന്ന ജാതകമാണോ? അതെ, ചെറുക്കൻ തന്നെ തന്നതാ. സാധാരണ ഇങ്ങനെയുള്ള ജാതകമൊന്നും ആരും തരില്ല. മറിച്ചു നോക്കി. പ്രശ്നം വല്ലതും? ഏയ്, ആള് ചില്ലറക്കാരനല്ല. 7ാം ഭാവത്തിൽ 3 ഗ്രഹങ്ങൾ ബലവാനായി നിൽക്കുന്നു. വിശേഷപ്പെട്ടതും അപൂർവവുമായ ഒരു ഗ്രഹനിലയാണിത്. ഈ ജാതകക്കാരന് 3 വിവാഹത്തിനുള്ള യോഗം കാണുന്നുണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും തമ്മിൽ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതിനെയൊക്കെ പുരോഗമനപരമായി കാണണമെന്നാണ് എന്റെ അഭിപ്രായം. ഏതാ ഈ പുരോഗമനവാദി? എന്റെ മോന. ഈ ജാതകങ്ങൾ തമ്മിൽ ചേരില്ല. അവളെ ഇതെങ്ങനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കും? ഞാൻ പറയാം. നീ അവളെ വിളിച്ചേ. അതിനൊക്കെ ഒരു നേക്കുണ്ട്. മുളയിടം അപ്പുക്കുട്ടപ്പണിക്കര് പറഞ്ഞാൽ ആ കുട്ടിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. അതെ, അവൾ കത്തെഴുതി വെച്ചിട്ട് ഇറങ്ങിപ്പോയി. Why are you going to the US? What's the purpose of your visit to the USA? Singing, sir. Singing. Stage singing. മാനത്തെ അമ്പിളി നീ വന്നി പൂവിടും കുളിരിൻ കൂടാക്കുന്നേ. നീ എന്റെ പാട്ടിലെ കവിതയല്ലേ, നിറയെ സ്നേഹത്തിൻ മധുരമല്ലേ, എനിക്കെന്നും എന്നുയിരിൻ ആളും കോളും കൂടുന്ന രാവിലെ നിന്നെ കാണുന്നാളോർക്കുന്നുണ്ടേ. താളവും മേളവും തീരുന്ന മുമ്പേ നിൻ കണ്ണിൻ പൂവമ്പൻ ചങ്കിൽ കൊണ്ടേ.
ചേച്ചി 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 പക്കടോ പക്കടോ. ആഹാ, ഇവിടെ നിന്ന് അപ്പം മുട്ടി കഴിക്കാല്ലേ? പുറത്തൊരു ചേച്ചി വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്ത് പെട്ടെന്ന് കൊണ്ടുപോയാൽ പോസ്റ്റ്മോർട്ടം ചെയ്യാം. ഞാൻ കണ്ടതാ ഈ ചേച്ചി വിഷത്തിന്റെ കുപ്പിടുത്ത് തിരിച്ചു മറിച്ച് നോക്കുന്നത്. ഒപ്പം നീ തടയണ്ടോ? ഇവര് വിഷത്തിന്റെ വില നോക്കാന്നല്ലേ ഞാൻ വിചാരിച്ചത്. ഈ വെരിഫിക്കേഷൻ വന്ന പോലീസുകാരി നമ്മുടെ വീട്ടിൽ വന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചെന്താന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇനി മേഡം കൈക്കൂലി കൊടുത്തത് കുറഞ്ഞു പോയതിന്റെ വിഷമം കൊണ്ടാണോ? ഒന്നും മിണ്ടാതിരിക്കടാ. ഫോൺ എടുത്തോ. ഇവരെ കാര്യം അന്വേഷിച്ച് പത്രക്കാരും ടി വിക്കാരൊക്കെ വിളിക്കുന്നതായിരിക്കും. ഇനി ചാനലിലൊക്കെ നിറഞ്ഞു നിൽക്കാം. ഇന്ന് നോക്കിയിട്ട് കാര്യമില്ല. മാരക വിഷ ഉള്ളിച്ചെന്ന് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ രണ്ടാളും കുടുങ്ങും. ഞാൻ പിന്നെ ഗ്ലൗസ് ഇട്ടോണ്ട് ഈ ചേച്ചിന്റെ ബ്ലൗസിൽ എന്റെ ഫിംഗർ പ്രിന്റ് വരാൻ ഒരു സാധ്യതയുമില്ല. എന്നെ കോടതി വെറുതെ വിടും. പേടിക്കണം, ഞാൻ സാറെ ഒന്ന് കാണും. സാറേ, ഞാനൊരു ഐഡിയ പറയാം. എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിച്ച് അറിയിച്ചോ. എടി, നീ ആ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിച്ച് പറഞ്ഞേ. ഞാനെന്താ പറയാ? ഒരു വനിതാ പോലീസ് നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ വിഷം എടുത്ത് കുടിച്ചെന്ന് പറ. അയ്യോ, ആണോ? എപ്പോ? കഴിഞ്ഞു. എന്തൊരു പണ്ടത്തിനൊക്കെ കാണിക്കുന്നത്. എന്താ സർ? ഹെഡ് കോൺസ്റ്റബിൾ ലീലാമണി അവിടെ. ഇതുവരെ എത്തിയിട്ടില്ല സർ. മൈ ഗോഡ്, ലീലാമണി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ബിനോയ്, ബിനോയ്, എന്തു പറ്റി സാർ? നീയാ കാരണം. നീ ഒറ്റ ഒരുത്തം കാരണമാ ലീലാമണി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്. ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധവുമില്ല സാർ. ആ, എട്ടും പൊട്ടും തിരിയാത്ത ഒരു വനിതാ പോലീസിനെ ഗർഭിണിയാക്കിയിട്ട് നിങ്ങൾ പൊട്ടം കളിക്കുന്നോടാ. ഇനിയിപ്പോ എന്റെ പേരങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. പ്രസവം നിർത്തിയെന്ന് ലീലാമണി പറഞ്ഞോണ്ടാ. മെഡിക്കൽ സയൻസിൽ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുത്. സാറേ, മരിക്കാൻ ശ്രമിച്ച പെണ്ണിന് ചാവാൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ പേരിൽ കേസ് എടുക്കുമോ? ബ്ലൗസിലോട് ഞാൻ സേഫാ. സാറ് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചോ? ഈ ഫോം ഫില്ല് ചെയ്തിട്ട് ചാർട്ട് എടുക്കണം. പേഷ്യന്റിന്റെ പേരറിയില്ല. സൂയിസൈഡ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾ പോലീസിനെ അറിയിക്കും. അപ്പൊ ഞങ്ങൾ അറിയിച്ചതിന് ഒരു വിലയില്ലേ? കുഴപ്പമില്ല, കേസൊന്നും സ്ട്രോങ് ആവല്ലോ. ആ സാറേ, ആ ലീലാമണിയുടെ ഭർത്താവില്ലേ ബാഹുലേ, അയാൾ അത്ര ശരിയല്ല. എന്താ കാര്യം? രാത്രി 1 മണിക്കൊക്കെ ഞാൻ ഫോൺ വിളിക്കുമ്പോ അയാളാണ് എടുക്കുന്നത്. ഭയങ്കര സംശയരോഗ്യ ആണോ? ആ, Don't talk on the phone, you idiot. സോറി സാർ. ആരാണ് ഈ സാന്ദ്ര? ആണ്. ഓ, ലീലാമണിയുടെ ഭർത്താവിനെ വരെ അറിയിച്ചോ? അറിയിച്ചു സർ. അയ്യോ, ലീലാമ്മയുടെ ഹസ്ബൻഡ് ഷോക്കാണ്ടെന്നൊരു കാര്യം പറഞ്ഞില്ല. പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. താൻ എവിടെ വയ്ക്കുന്നത്? അതോടെ ഞാനോ? പിന്നെ ഞാനാണോ? എടോ, അകത്തേ നോക്കണോ. ചെരുപ്പല്ല, സൂസ. ആരാ? സാർ, ഞാൻ ബാഹുലേൻ, ലീലാമണിയുടെ ഹസ്ബൻഡാ. എന്തിനാ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞത്? ബാഹുലേൻ, ആ, അപ്രതീക്ഷിത സംഭവങ്ങളുടെ ഒരു പ്രഹേളികയാണ് നമ്മുടെയൊക്കെ ജീവിതം. മരണം രംഗബോധമില്ലാതെ കടന്നു വരുന്ന ഒരു കോമാളി. ലീലാമണിയെ കുറിച്ച് ഞാനൊരു കാര്യം പറഞ്ഞ ബാഹുലേൻ വിഷമിക്കരുത്. എന്തും താങ്ങാനുള്ള ഒരു മനഃശക്തി ബാഹുലേനുണ്ടാവണം. കോൺസ്റ്റബിൾ ബിനോയുടെ കാര്യമാണോ പറയുന്നത്? അവനെ എന്റെ കൈ കിട്ടി ഇടിച്ച് ഞാൻ ശരിയാക്കാൻ കുറെ നാളായി അവളുടെ പുറകെ കിടന്ന് ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ട്. സാറേ, ഞാൻ രക്ഷപ്പെട്ടു. അകത്ത് കിടക്കുന്ന ലീലാമണിയല്ല. എന്നെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചത്? ചുമ്മാ ഒന്ന് കാണാൻ വേണ്ടിയോ. പിന്നെ എന്തുകൊണ്ട് വിശേഷമൊക്കെ? ശ്രീജി വന്നേ. സാറിനെ ജീപ്പിൽ വേഗം വീട്ടിൽ കൊണ്ടാക്കിട്ട് വാ. അകത്ത് കിടക്കുന്ന സ്ത്രീ പോലീസുകാരെന്ന് അവര് നമ്മൾ പറഞ്ഞു. പറയാൻ ആ സ്ത്രീക്ക് ബോധമില്ലേ? അല്ല, പറയാൻ ആ സ്ത്രീക്ക് ബോധമില്ലല്ലോ. ബോധം പറഞ്ഞോ? ഇല്ല.
പിന്നെ കള്ളം പറഞ്ഞ് ഞങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിയത്? അത് ഈ പാസ്പോർട്ട് വെരിഫിക്കേഷൻ, പാസ്പോർട്ടും ID കാർഡും ഒക്കെ വേണ്ടി വരും. അകത്ത് കിടക്കുന്ന അജ്ഞാതശ്രീ ആരാണെന്ന് അറിയാതെ ഒരൊറ്റ മനുഷ്യർക്ക് ഇവിടെ പോകാൻ പറ്റില്ല. എനിക്കും. സാറേ, ഈ MLA റിയാസ് എൻ്റെ ഫ്രണ്ടാണ്. ആണോ? എന്നാ ഫ്രണ്ട്ഷിപ്പ് ഡേക്ക് ഒരു കേക്ക് വാങ്ങിച്ചു കൊടുക്കുക.